ശ്രീ CK ഷാക്കിർ, നിങ്ങളും പോയതാണ് യഹ്ലങ്കയിൽ. പക്ഷേ റഹീമിൻ്റെ DYFI സംഘടന അവർ ആദ്യം എത്തുകയും ഈ പ്രശ്നം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തതാണ്. പക്ഷേ റഹീമിന് ഇങ്ങനെ ട്രോളുകൾ ഏറ്റുവാങ്ങുവാനായിരുന്നുവല്ലോ വിധി. അത് ശരിയല്ലല്ലോ അങ്ങനെ ചെയ്യുന്നത്. അല്ല, ഒന്ന് ഈ വിഷയത്തിൽ വ്യക്തിപരമായി ഒരാളെ നമ്മൾ അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയെ ഏതെങ്കിലും രീതിയിൽ വിമർശിക്കാൻ നമ്മൾ ഉദ്ദേശിക്കണില്ല. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ യലഹങ്ക വിഷയത്തിൽ ആദ്യം അവിടെ പ്രതിഷേധം അറിയിക്കുന്നത് യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയാണ്. ഞങ്ങളുൾപ്പെടെയുള്ള ആളുകളും, ഞാൻ ഇന്നലെ ഈ നേരത്തൊക്കെ ബാംഗ്ലൂരിലായിരുന്നു. ഇന്നലെ ഞങ്ങൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ കണ്ടു, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ DK ശിവകുമാറിനെ കണ്ടു. സിദ്ധരാമയ്യ ഞങ്ങളെ കൂടെ അവിടുത്തെ മൈനോറിറ്റി മന്ത്രി സമീർ അഹമ്മദ് ഖാനെ ഈ സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ ജനങ്ങളുമായി സംവദിച്ചു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കുടിയിറക്കപ്പെട്ട ആളുകളുടെ പരിസരത്തേക്ക് വരുമ്പോൾ നമ്മൾ പഴയ കാലത്തൊക്കെ കണ്ടിട്ടുള്ളത് കല്ലേറ്, കൂക്കുവിളിയൊക്കെയാണ്. ഇന്നലെ സമീർ അഹമ്മദ് ഖാനെ അവർ സ്വീകരിക്കുന്ന വിഷ്വൽസ് നിങ്ങൾ കണ്ടു കാണും. പൂക്കളും മറ്റും എറിഞ്ഞ് അവർ സ്വീകരിക്കുന്നു. അതായത് അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തെറ്റായി രാഷ്ട്രീയ താല്പര്യത്തിൽ പുറം ലോകത്തേക്ക് പ്രചരിപ്പിച്ച് അത് കേരളത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിച്ചപ്പോൾ ആ കുഴിയിൽ പോയി റഹീം വീണു എന്നുള്ളതാണ്. റഹീം മാത്രമല്ല, KT ജലീലും വീണു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നമ്മളിപ്പോൾ ISRO അല്ലെങ്കിൽ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ബഹിരാകാശത്തേക്ക് കോടികൾ മുടക്കി ആളെ പറഞ്ഞേക്കുമ്പോൾ ഈ നമ്മുടെ പ്രിയപ്പെട്ട റഹീം ബഹിരാകാശത്ത് നിന്ന് ഇറങ്ങാൻ സമയം കിട്ടണില്ല. ഒരു ഉറുപ്പ്യം മുടക്കില്ലാണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊട്ടത്തരങ്ങൾ കൊണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ഭാഷാപരമായ പ്രാവീണ്യത്തിൻ്റെ കുറവല്ല, മറിച്ച് അദ്ദേഹം ഇടപെടുന്ന വിഷയത്തിലെ അദ്ദേഹത്തിൻ്റെ അമിതമായ രാഷ്ട്രീയ താല്പര്യവും അതുപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നവുമാണ്. നേരത്തെ മഞ്ജു സൂചിപ്പിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ബഹിരാകാശത്ത് തുടർന്നു കൊണ്ടിരിക്കുന്ന റഹീം അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് പോവുകയാണ്. അത് ഏതെങ്കിലും മനുഷ്യന്മാർ ആശയവിനിമയത്തിൻ്റെ ഭാഷ, അത് സംസാരിക്കാൻ കഴിയാത്ത ആളുകളും ആശയവിനിമയം നടത്തുന്നുണ്ട്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടുത്തെ പ്രശ്നം കണ്ടന്റുകളുമായി ബന്ധപ്പെട്ടതാണ്. അതിനുശേഷം KT ജലീൽ വന്നല്ലോ. KT ജലീൽ വന്നപ്പോഴും ഞങ്ങൾ റഹീം അവിടെ പോയതും KT ജലീൽ പോയതും അല്ലെങ്കിൽ അതിനുശേഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണ വേലകളുമൊക്കെ അതിനെയാണ് ഞങ്ങളൊക്കെ വിമർശിക്കുന്നത്. കാരണം ഷാക്കിർ പറയുന്നത് ഉള്ളടക്കമില്ലായ്മയാണ് റഹീമിന്റെ പ്രശ്നമെന്നാണല്ലോ. റഹീം ആ വിഷയം പഠിക്കാത്തതാണോ? റഹീമിന് ഇങ്ങനെ അവിടെ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ വാക്കുകൾ കിട്ടാതെ ഇങ്ങനെ വിഷമിക്കേണ്ടി വന്നു. ഈ വിഷയം മാത്രമല്ല, അല്ല ഞാൻ പറഞ്ഞല്ലോ, റഹീമിന് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. പക്ഷേ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് മിനിമം ഉണ്ടാകേണ്ട ചില ക്വാളിറ്റികളുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ വിരോധത്തിൽ BJP ഇന്ത്യ രാജ്യത്ത് നിരവധി ബുൾഡോസർ രാജ്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഞാൻ 2017 ശേഷം ഈ സംസ്ഥാനങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. മുസ്ലിം ലീഗ് നേതാക്കന്മാർ പോയിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ നമ്മളെ ഹരിയാനയിലെ നൂഹിലുണ്ടായിട്ടുള്ള, അതുപോലെ തന്നെ ഡൽഹിയിലുണ്ടായിട്ടുള്ള നമ്മളെ വക്കീൽ ഹസൻ്റെ, അതുപോലെ മെഹ്റോളിയിലെ അഹുഞ്ച് മസ്ജിദിൻ്റെ, അതുപോലെ ആസാമിലെ, ഈ ഉത്തർപ്രദേശിൽ നിങ്ങൾ ഓർമ്മയുണ്ട്, ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയല്ലേ ഇവർ. ഈ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ആശംസ ആരാണ്? ഈ ബുൾഡോസർ രാജിന്റെ ബുൾഡോസർ ബാബയായിട്ടുള്ള യോഗിയുടെ താങ്കൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ റഹീമും പോയിട്ടുണ്ട്. താങ്കൾ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ റഹീമും പോയിട്ടുണ്ട്. പോയിട്ടില്ല. ഞാൻ വെല്ലുവിളിക്കാണ്. അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഈ പറയുന്ന ന്യൂഹിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. കോൺഗ്രസ് ഗവൺമെന്റ് അല്ല ഞാൻ തരാം, ഞാൻ പറയാം. അവർ പോയ സ്ഥലം കൃത്യമായി എന്റെ ഡാറ്റ ഉണ്ട്. അവർ പോയ സ്ഥലം, ഞങ്ങൾ പോയ സ്ഥലവും ഞാൻ പറയാം. ഈ സ്ഥലങ്ങളിൽ മുഴുവൻ ഞങ്ങൾ പോയതാണ്, ഞങ്ങൾ നേതാക്കന്മാർ പോയതാണ്. പിന്നെ ഇവർ പോയ സ്ഥലം പറയട്ടെ, ഇവരെന്ത് ചെയ്തു എന്ന് പറയട്ടെ. ഇവർ ഇന്നലെ പറഞ്ഞല്ലോ, MLA ബോർഡ് വെച്ചിട്ടാണ് നമ്മുടെ ജലീൽ പോയിട്ടുള്ളത്, MP-യുടെ പ്രിവിലേജുമായിട്ടാണ് റഹീം പോയിട്ടുള്ളത്. ഇവരെന്താ പോയിട്ട് ചെയ്തത്? അവിടെ പോയി ആ ഇരകളെ കണ്ട് പ്രകോപനം ഉണ്ടാക്കാൻ ശ്രമിച്ചു. മാത്രവുമല്ല, അതിൻ്റെ വിഷ്വൽസ് എടുത്ത് ഇവിടെ കമ്മ്യൂണിസ്റ്റ് സൈബർ ഗുണ്ടകൾക്ക് അയച്ചു കൊടുത്ത് അത് വരും തെരഞ്ഞെടുപ്പുകളിൽ ഇപ്പോൾ ദയനീയ പരാജയത്തിൻ്റെ പടുകുഴിയിലിരിക്കുകയാണ് CPM. അതിൽ നിന്ന് രക്ഷപ്പെടാനും ശബരിമല അയ്യപ്പൻ്റെ സ്വർണം കട്ടത് മറച്ചു പിടിക്കാനുള്ള ഒരു പാഴ്ശ്രമമായി ഇപ്പോൾ ഇവർ നടത്തിയത്. ഞങ്ങൾ ഇന്നലെ പോയിട്ട് എന്താ ചെയ്തതെന്നറിയോ? ഞങ്ങൾ വിഷയം മനസ്സിലാക്കി സർക്കാരിനെ സമീപിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ്. അങ്ങനെ ഈ മൂലമ്പള്ളിയിലോ നന്ദിഗ്രാമിലോ സിംഗൂരിലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തും താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ ഇറക്കി വിടാൻ പാടില്ല. അത് നമ്മുടെ പോളിസിയാണ്. എന്നാൽ അങ്ങനെ ഇറക്കി വിടേണ്ട സാഹചര്യം ഉണ്ടായപ്പോൾ അവർക്ക് നല്ല പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിക്കണം.
മാത്രവുമല്ല അവർ വളരെ വളരെ മാന്യമായ രീതിയിൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഞങ്ങൾ ഇവർ 27-ാം തീയതിയാണ് പിണറായി വിജയൻ പ്രസ്താവന നടത്തുന്നത്. ഇവർ ഇന്നിപ്പോൾ വൈകുന്നേരം കണ്ടുപിടിച്ചിട്ടുള്ള ക്യാപ്സ്യൂൾ അതാണ്. 27-ാം തീയതി പിണറായി വിജയൻ പിന്നെ പ്രസ്താവന നടത്തിയതിന് ശേഷമാണ് മറ്റുള്ളവരോട് ഇടപെട്ടതെന്ന്. 20-ാം തീയതിയാണ് സംഭവം നടക്കുന്നതിൻ്റെ ഓർമ്മ. 25-ാം തീയതി യൂത്ത് ലീഗും മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ആ വിഷയത്തിൽ ആ ഗവൺമെൻറ്റിനോട് കാര്യമായി പ്രതിഷേധം അറിയിക്കുകയും വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ അതിൻ്റെ കോപ്പി അന്ന് തന്നെ മഞ്ജുഷിന് അയച്ചു തന്നതായിട്ട് എൻ്റെ ഓർമ്മ. പാത്രങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോയി ഈ ഇരകളുടെ വിഷയം മനസ്സിലാക്കി നേരെ സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചു. അവിടെ വെച്ച് വിശദമായി സംസാരിച്ചു. അവിടുത്തെ മൈനോറിറ്റി മന്ത്രി സമീർ അഹമ്മദ് ഖാനെ ഞങ്ങളെ കൂടെ ഈ സംഭവ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. അവർ പാക്കേജ് ഇന്ന് പ്രഖ്യാപിക്കാതിരിക്കുന്ന പാക്കേജ് എന്താണ് എന്ന് കൃത്യമായി ഫോട്ടോ സഹിതം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങളിപ്പോൾ പുറത്തുവിടാത്തത് മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി അത് പുറത്തുവിടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നലെ പിന്നെ അവർ നമുക്ക് കാണിച്ചു തന്ന വിഷ്വൽസും ഞങ്ങൾ കൂടെ എടുത്ത ഫോട്ടോസൊന്നും പുറത്തുവിട്ടിട്ടില്ല. അതായത് ആ ഗവൺമെൻറ് ഈ റഹീമോ ജലീലോ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായ പ്ലാനിങ് അവർക്കുണ്ടായിരുന്നു ഇവരെങ്ങനെ പുനരധിവസിപ്പിക്കണമെന്ന്. ഇന്ന് ചില ചാനലുകൾക്ക് വാർത്ത പുറത്തു വിടുന്നുണ്ടല്ലോ ഇത്ര ഫ്ലാറ്റുകൾ എന്നൊക്കെ പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കിയത് 170-ൽ താഴെ കുടുംബങ്ങളെയാണ് കുടിയിറക്കിയിട്ടുള്ളത്. ആ മുഴുവൻ കുടുംബങ്ങൾക്കും വളരെ സൗകര്യപ്രദമായ രീതിയിൽ വളരെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം താമസിക്കാൻ ഉണ്ടാക്കി കൊടുക്കുമെന്ന് സിദ്ധരാമയ്യയും കോൺഗ്രസ് സർക്കാരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി കൂടിയുണ്ട്. ഇന്ത്യയിൽ ബുൾഡോസർ രാജ് BJP ഭരിക്കുന്ന സർക്കാരുകൾ നിരന്തരമായി നടത്തുകയാണ്. ആസാമിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്തും ബുൾഡോസർ രാജ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ന്യൂനപക്ഷ വിഭാഗത്തെ ആട്ടിയിറക്കുന്നു. അതുതന്നെയാണ് സംഭവിച്ചത്. യഹലങ്ക മാത്രമല്ല നമ്മുടെ ചർച്ചാ വിഷയം. റഹീമിനെ ഇങ്ങനെ പരിഹസിക്കുന്നത് കൂടിയാണ് ചർച്ചാ വിഷയം. അത് നിങ്ങളുടെ സഖ്യകക്ഷിയായ അല്ലല്ല ഈ പറയുന്ന ബുൾഡോസർ രാജ് BJP മാത്രമല്ല കോൺഗ്രസ് നടത്തുന്നുവെന്ന് നിങ്ങളുടെ ഇന്ത്യ സഖ്യകക്ഷി തന്നെയാണ് പറയുന്നത്. CPM തന്നെയാണ് പറയുന്നത്. അത് ഇന്ത്യയുടെ മുന്നിൽ തുറന്നു കാണിക്കുന്നതിന് വേണ്ടിയാണ് ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റും സംഘവും അങ്ങോട്ട് പോയത് യഹലങ്കയിൽ. അപ്പോൾ അവിടെ ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ ബുൾഡോസർ രാജ് ഉണ്ട്. അവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ അല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങളെ അവിടെ ഒന്ന് കുടിയൊഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് കുടിയൊഴിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളിത് അവർക്ക് സഹായം വാഗ്ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും സിദ്ധരാമയ്യെ കാണുകയും ചെയ്തു. മുസ്ലിം ലീഗ് അങ്ങനെയാണ് സംഭവിച്ചത് കേട്ടോ. അങ്ങനെയാണ് അവിടെ സംഭവിച്ചത്. അവിടെ പാവം റഹീം വെട്ടിലായി പോയി. അത്രയേ ഉള്ളൂ. ഒരു മിനിറ്റ് അതായത് നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. അതായത് മുസ്ലിം വിഭാഗത്തല്ല അവിടെ കുടിയൊഴിപ്പിച്ചിട്ടുള്ളത്. അവിടെ 34 ഹൈന്ദവ കുടുംബമുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുണ്ട്. എല്ലാവരുമുണ്ട്. ഇത് BJP ചെയ്യുന്നത് പോലെ ഏതെങ്കിലും വർഗീയമായി വംശീയമായി ആരെയെങ്കിലും ഉന്മൂലനം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയല്ല. ഞങ്ങളുടെ സ്റ്റാൻഡ് അവിടെയാണ്. ഈ ഇറക്കി വിടലിന് ഞങ്ങൾ എതിരാണ്. പക്ഷേ BJP ചെയ്തതുപോലെ ഏതെങ്കിലും മതവിഭാഗത്തെ അല്ല ഇവർ അങ്ങനെ പ്രത്യേക ഉദ്ദേശത്തോടു കൂടി ചെയ്തതല്ല. ശ്രീ ഷാബു പ്രസാദ് ഇവിടെ അവിടെ ഒരു കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിനെ ബുൾഡോസർ രാജ് എന്ന് CPM വിശേഷിപ്പിച്ചു. അവിടെ ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് എന്ന രീതിയിൽ A റഹീം പോയി കർണാടകത്തിലെ യഹലങ്കയിൽ. പക്ഷേ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം മോശമായതുകൊണ്ട് ഇപ്പോൾ ഷാക്കിർ പറഞ്ഞതുപോലെ ഏറിലായി പോയി റഹീം. അതല്ലാതെ യഥാർത്ഥ പ്രശ്നത്തിൽ ഇടപെടാതെ പോയിട്ടുണ്ടോ റഹീം അവിടെ? ശ്രീ റഹീം എന്ത് ചെയ്തു? അല്ല റഹീം എന്ത് ചെയ്തു? മഞ്ജുഷേ അതായത് ഇപ്പം അവിടെ ഒരു വലിയ കുടിയൊഴിപ്പിക്കൽ നടന്നു. അതിൻ്റെ അകത്ത് ഒരു രാഷ്ട്രീയ സാധ്യത മണത്ത് ഇവര് എന്താണ് റഹീം പെട്ടെന്ന് തന്നെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അവിടെ പോയി. ഇത് തങ്ങൾക്ക് പരിക്ക് പറ്റുന്ന കാര്യമാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പല്ലേ വരാൻ പോകുന്നത്. അത് കഴിഞ്ഞ് മുസ്ലിം ലീഗ് അവിടെ പോയി. പക്ഷെ അവിടെ ഒരു വിസിബിലിറ്റി കിട്ടിയത് റഹീമിനാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അക്കാര്യത്തിൽ ആ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ അദ്ദേഹം CPM-ഉം അദ്ദേഹം അത് നന്നായിട്ട് മാനേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് പരിജ്ഞാനത്തിനെ പറ്റിയുള്ളത് ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഭാഷ എന്ന് പറയുന്നത് എല്ലാവരും ഈ എന്താണ് മലവെള്ളം പോലെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് സംസാരിച്ചോണം എന്നൊന്നും ഒരു നിർബന്ധമില്ല. കാര്യം അൾട്ടിമേറ്റ്ലി ഇംഗ്ലീഷ് എന്ന്